ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രഗ്നൻസി ബാഗ് ഇപ്പം എനിക്ക് 33 വീക്സ് സ്റ്റാർട്ട് ചെയ്യാറായിട്ടോ. 32 വീക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി, ഡൈപ്പേഴ്സ്, വെറ്റ് വൈപ്സ് അങ്ങനത്തെയൊക്കെ നമ്മൾ വാങ്ങി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങി. ഇനി നമുക്ക് എനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, നൈറ്റി, അതൊക്കെ ഞാൻ നോക്കിയിട്ട് നല്ല ഭംഗിയുള്ളതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തായാലും ഫ്രീ ടൈം ഉണ്ട്. അപ്പോൾ നമുക്ക് എംബ്രോയ്ഡറി കുറച്ച് മോഡൽസൊക്കെ ഉള്ളിലുണ്ട്. അപ്പോൾ അതേപോലത്തെയൊക്കെ ചെയ്യാം, എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്ന് ഓർത്താം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യണേക്ക് മുമ്പ് നമുക്ക് ആ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ എറണാകുളത്ത് തന്നെ നൈറ്റിയുടെ മെറ്റീരിയൽസൊക്കെ കിട്ടുന്ന, പണ്ട് പോയിട്ടുണ്ട്, ഭഗവതി എന്നൊക്കെ പറഞ്ഞൊരു കടയൊക്കെ ഉണ്ട് കേട്ടോ. രാധാകൃഷ്ണ ഉണ്ടാകുന്ന എനിക്കറിഞ്ഞൂടെ, ഭഗവതി എന്ന കടയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒന്ന് പോകാമെന്ന് ഓർക്കുന്നുണ്ട്. നൈറ്റി മെറ്റീരിയൽസൊക്കെ നല്ലത് കിട്ടുവാണെങ്കിൽ അത് കളക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡിസൈനിൽ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാമല്ലോ. അതിൻ്റെ കംഫർട്ടാണ് ഏറ്റവും വലുത്. കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ഡെലിവറിയിൽ ഞാൻ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള നൈറ്റി ആയിരുന്നേ. അത് എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ഫസ്റ്റ് ടൈം ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ നിൽക്കുന്ന ടൈം. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെയൊക്കെ നോക്കാമെന്ന് ഓർക്കണം. എങ്ങനത്തെ വേണമെന്ന് തീരുമാനിച്ചിട്ടുള്ള അവിടെ പോയിട്ട് മെറ്റീരിയൽസൊക്കെ നോക്കിയിട്ട് നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണമെങ്കിൽ അതിന് മുമ്പ് എനിക്ക് കുറച്ച് പണി അതിലുണ്ട്, ചെയ്യാനുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാട്ടുപോലെ കുറച്ച് എംബ്രോയ്ഡറി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്നുണ്ട്. ഫ്രീ ടൈം ഇങ്ങനെ എപ്പോഴും നമ്മൾ ഫോൺ തന്നെ യൂസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫുള്ളി അഡിക്റ്റഡ് ആവണം ഫോണിൽ. റീൽസ് കാണാനായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ, അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ആക്റ്റീവായിട്ടിരിക്കാമല്ലോ. പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഓർത്താണ് കേട്ടോ. അപ്പോൾ കൂടുതലും അതും കൂടെ ഞാനൊന്ന് എൻഗേജ്ഡ് ആകുമല്ലോ എന്നും കൂടെ ഓർത്താണ് ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ ഓർത്തേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങാടേക്ക് പോകാം കേട്ടോ. അതിന് മുമ്പ് 1-2 കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, ഷോപ്പിൽ കയറാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അങ്ങാടേക്ക് പോകാം. അപ്പോൾ നിങ്ങളും പോരെ എവിടെ നിന്നാണ് ഇങ്ങനെയൊക്കെ എടുക്കണം. ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു ഫൈനൽ ഔട്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ, എങ്ങനെയാണ് അത് വരുന്നതെന്നൊക്കെ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കാണാം. സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഇവിടെ ഈ പാലൊക്കെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ടൈം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഒന്ന് ഫ്രീ ആയിട്ടുള്ളത്. അല്ലാത്തൊരു സമയത്ത് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ വീട്ടിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായി. 1-2 ഐറ്റംസ് എടുക്കാൻ വേണ്ടി കയറിയാണ്. എന്നാലും അത്യാവശ്യം വേണ്ട ഐറ്റംസൊക്കെ എടുത്ത് നമ്മളിത് ഇറങ്ങിയിട്ട്, ഞാനിപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് ഇവിടെ ചേട്ടൻ മുളക് പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങാൻ സമ്മതിക്കില്ല. ഇങ്ങനെ റെഡുള്ളത് എടുത്ത് നമ്മൾ പൊടിച്ചെടുക്കണേട്ടോ ഇപ്പോൾ ചെയ്യണത്. മല്ലിയാണേലും മുളകാണേലും നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. നല്ല ഫ്രഷാണ് കേട്ടോ, നല്ലപോലെ കിട്ടും കേട്ടോ. നമ്മൾ മറ്റേത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു സംഭവം കണ്ട, മറ്റേ നാരങ്ങ ഉണക്കിയത് നമ്മൾ മറ്റേ മന്തിയിലൊക്കെ വെക്കില്ല. അപ്പോൾ ഞാനത് കാട്ടി ചേട്ടനോട് പറയണത് മന്തി ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് അത് വേണ്ട. ഇപ്പോഴാണെങ്കിൽ കുക്കിംഗ് ഒട്ടും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ അതേ ബേബിയുടെ സാധനങ്ങളൊക്കെ എപ്പോൾ വരുമ്പോഴും ഓരോന്നും എടുത്തെടുത്തൊക്കെ നോക്കും കേട്ടോ. പക്ഷേ ലോഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു ബ്രാൻഡിൻ്റെ വാങ്ങാം എന്നാണ് വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. കാണാത്ത പേരും കാര്യങ്ങളൊക്കെ ഇന്ന് അങ്ങനെ കുറച്ച് 2-3 ഐറ്റം എടുക്കാൻ വന്ന് ഞാൻ അത്യാവശ്യം ആ ഒരു ബാസ്ക്കറ്റിൽ നിറച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഷോപ്പ് ചെയ്യണം ഇവിടെ ആശീഷ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അതാകുമ്പോൾ എല്ലാം എവിടെ ഇരിക്കണേന്ന് അറിയാൻ പെട്ടെന്ന് കഴിയും. എല്ലാം ഒരു സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടുമല്ലോ. അങ്ങനെ ചെയ്യുന്നതാണ് ഇവിടെ ഇഷ്ടം. കാരണം ഓരോ ഐറ്റംസ് ഓരോ കടയിൽ കയറി ഇറങ്ങുന്നതിനേക്കാളും ഇതാകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എല്ലാം എടുത്ത് ഇറങ്ങാമല്ലോ. അപ്പോൾ എപ്പോഴും ഇവിടെ തന്നെയാണ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതേണ്ടി ഞാനപ്പോൾ എനിക്ക് മെറ്റീരിയൽ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊന്ന് അങ്ങോട്ട് ഇപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് മാർക്കറ്റിൻ്റെ അകത്തേക്ക് തിരക്കുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്കൊന്ന്
അങ്ങോട്ട് കയറി നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരിക്കുവാണേ. തിരക്കില്ല എന്നാണെങ്കിൽ, തിരക്കാണെങ്കിൽ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും കൂടെ ഒന്ന് പാർക്ക് ചെയ്യാമെന്നും പറഞ്ഞിരിക്കുവാണ് കേട്ടോ. കോൺവെർസേഷനാണ് അവിടെ. ഇച്ചിരി ബിസ്ക്കറ്റിന്റെ പൊടി കിടക്കുന്നുണ്ട്, തല്ലുപിടിക്കണേ കേട്ടോ. അപ്പോൾ ആക്ച്വലി ഞാൻ തന്നെയാണ് കഴിച്ചിട്ട് അവിടെ വെക്കും. മിക്കപ്പോഴും ഉണ്ടാവാറുള്ളൊരു തിരക്ക് കണ്ടോ, എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുള്ളൊരു കാര്യമാണ്. എന്നോട് എപ്പോഴും എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഫ്രീ ആകാറുണ്ട്, എന്നോട് വരാറുണ്ട് കേട്ടോ. ഒരു കാര്യങ്ങൾക്കും പോകേണ്ടി വരാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആരെങ്കിലും കൂട്ടില്ലാണ്ട് എന്തെങ്കിലും വാങ്ങാൻ പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് ഇറങ്ങാൻ പോലും ഭയങ്കര മടിയുമാണ്, ഭയങ്കരമായിട്ട് ഇറങ്ങില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഭഗവതിലെത്തിയിട്ട്, പക്ഷേ എനിക്ക് ഒട്ടും തന്നെ കളക്ഷൻസും കാര്യങ്ങളും ഒന്നും ഇഷ്ടമില്ല. 2 ഐറ്റംസ് എടുക്കണമല്ലോ, അവിടം വരെ പോയതാണല്ലോ എന്നോർത്ത് മാത്രം ഞാൻ എടുത്തതാണ് കേട്ടോ. എനിക്കങ്ങനെ ഇഷ്ടപ്പെടുന്ന എന്തായില്ല കേട്ടോ. അതിന് ഞങ്ങൾ അതെ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ വന്ന്, ഞാൻ പറഞ്ഞില്ല ഞാൻ ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ്സാണ് നോക്കിയത്, പക്ഷേ കിട്ടിയത് നല്ല മെറൂൺ, ഡാർക്ക് മെറൂണും ഒരു ബ്ലാക്കുമായിട്ട് ഞാൻ എടുത്തത്. പിന്നെ 2 ഡാർക്ക് ഷെയ്ഡ് എടുക്കാമെന്ന് ഓർത്ത് ഹോസ്പിറ്റലിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തേണ് കേട്ടോ. അപ്പോൾ അതിൽ ഇനി കുഞ്ഞ് എംബ്രോയ്ഡറിയും കാര്യങ്ങളൊക്കെ നോക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി എല്ലാം എടുത്തിട്ടേക്കാം കേട്ടോ. വീടെത്തിട്ടോ. ഇഫാദെ സ്കൂളൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റൽ ഓ അപ്പം ഇഫ വന്നു, ഫുഡ് കഴിച്ചു. ഇനി എന്താ ചെയ്യാൻ പോണേ ഇഫ? ഇനി എന്താ ചെയ്യാൻ പോണേ? കുളിക്കാൻ പോണ്. ഇപ്പൊ കുളിക്കും, എന്നിട്ട് കളിക്കും. നാളെ സാറ്റർഡേ ക്ലാസ് ഇല്ല, സോ ഇനി ഫുള്ള് ഇഫൊക്കെ കളിക്കാം കേട്ടോ. മഴയത്തോ? കുഞ്ഞാക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകാൻ ആള് ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. പോവാം, നാളെ പോവാം. അപ്പോൾ ഞാനിനി എന്തെങ്കിലുമൊക്കെ ഇതിന് പറ്റിയൊരു മോഡൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു മോഡൽ എംബ്രോയ്ഡറി നോക്കട്ടെ. ഇതിൻ്റെ ഫൈനൽ ഔട്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ കാട്ടാം. ഒരു ദിവസം കൊണ്ട് ചെയ്തൊന്നും കഴിയില്ല. അപ്പോൾ നമുക്ക് ബായ് പറയാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് പുറത്തേക്ക് പോകണം. അപ്പം മിക്കപ്പോഴും ഞാൻ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് സാറ്റർഡേയ്സ് ആണ് കേട്ടോ. വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ആണെങ്കിലും അല്ലാത്ത കാര്യങ്ങൾ, ഇവിടെ ടിഫിൻസ് ഫ്രൂട്ട്സ് ഒക്കെ ഫില്ല് ചെയ്യണത് സാറ്റർഡേയിലാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ചേട്ടൻ ഫ്രീ ആണ്, നാളെ ഫ്രീ അല്ല. അപ്പോൾ ഫ്രൈഡേ ഇന്ന് തന്നെ നമുക്ക് ഇറങ്ങാം എന്നോർത്ത് ഇതേ അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ട്. പക്ഷെ നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വണ്ടി അനങ്ങുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് പോകേണ്ടത് നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് വലിയ ബ്ലോക്ക് ഉണ്ടായില്ല. കുറച്ച് നേരം എന്നാലും ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന വഴിക്ക് നേരെ ഫിഷ് മാർക്കറ്റിലും കൂടെ ഇറങ്ങി. ഇവിടെ അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷും കാര്യങ്ങളൊക്കെ കിട്ടും ചില സമയം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാത്രിയായി, അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ തീർന്നു തുടങ്ങിയിട്ടാണ്. എന്നാലും ഞങ്ങൾക്ക് വേണ്ട ഐറ്റംസൊക്കെ 1-2 ഐറ്റംസൊക്കെ വാങ്ങി കേട്ടോ. അപ്പോൾ അതേ നമ്മളിങ്ങനെ പോവാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ വന്നിട്ട് ഇന്നത്തെ എൻ്റെ ഒരു ഡേ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.